നിങ്ങളുടെയും എൻ്റെയുമെല്ലാം വീട്ടിലിരിക്കുന്ന സ്വർണം കൊള്ളയടിക്കാൻ മോദി സർക്കാർ വരുന്നു. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ വ്യാജ വാർത്തകൾ പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ടർ ചാനൽ ഒരു കാർഡും കോളവും ഒക്കെ ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ വസ്തുത? നിങ്ങളുടെയും എൻ്റെയും എല്ലാം വീട്ടിലിരിക്കുന്ന സ്വർണം ഏറ്റെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ പദ്ധതിയിടുന്നുണ്ടോ? വസ്തുതകളൊന്ന് പരിശോധിക്കാം. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി? ഇതിന്റെ പേരാണ് ഗോൾഡ് മോണറ്റൈസേഷൻ സ്കീം അഥവാ സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എന്താണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്? വീടുകളിലും ബാങ്ക് ലോക്കറുകളിലും വെറുതെ ഇരിക്കുന്ന സ്വർണം നിക്ഷേപമായി സ്വീകരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കുക. ഇതുകൊണ്ടുണ്ടാവുന്ന നേട്ടം എന്താണെന്ന് നമുക്ക് പരിശോധിച്ചാലോ? വിദേശത്തു നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇത് സഹായകമാകും. കൂടാതെ സ്വർണം നിക്ഷേപിക്കുന്ന ജനങ്ങൾക്ക് അതിന്മേൽ പലിശയും ലഭ്യമാകും. ഇനി പരിശോധിക്കേണ്ടത് ജനങ്ങളുടെ സ്വർണം തട്ടിയെടുക്കാനുള്ള മോദി സർക്കാരിന്റെ പദ്ധതിയാണോ ഇത് എന്ന ആ ഒരു വാർത്തയെ പറ്റിയിട്ടാണ്. ഇതെങ്ങനെയാണ് വ്യാജമാകുന്നത്? ഈ പ്രചാരണം കള്ളമാണോ? ഇതാണ് ഇനി പരിശോധിക്കേണ്ടത്. ഈ പദ്ധതി ആരിൽ നിന്നും സ്വർണം നിർബന്ധിതമായി പിടിച്ചെടുക്കുന്നതൊന്നല്ല. ഇതിൽ ജനങ്ങൾക്ക് സ്വമേധയാ പങ്കുകൊള്ളാനുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ നിക്ഷേപത്തിൽ പങ്കുചേരാമെന്ന്. പൊതുവെ സ്വർണം ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ പലിശ ഇനം ബാങ്കുകളിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഈ പദ്ധതി വഴി സ്വർണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പലിശ കിട്ടും. ഇതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിക്ഷേപ കാലാവധി കഴിയുമ്പോൾ സ്വർണമായോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പണമായോ നിങ്ങൾക്ക് കൈപ്പറ്റുകയും ചെയ്യാം. ഇതിന് മുൻകാലങ്ങളിലൊന്നും ഒരു സർക്കാരും ജനങ്ങളുടെ സ്വർണം പിടിച്ചെടുത്തിട്ടില്ല. ഇപ്പോൾ വരുന്ന ഈ പദ്ധതിയും സ്വർണം പിടിച്ചെടുക്കുന്ന ഒരു രീതിയുമല്ല. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യരക്ഷാ ഫണ്ടിലേക്ക് സ്വർണം സംഭാവനയായി നൽകാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് 1963 മൊറാർജി ദേശായി ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഗോൾഡ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നു. എന്താണ് ഈ ഗോൾഡ് കൺട്രോൾ ആക്ട്? ഇതനുസരിച്ച് വ്യക്തികൾക്ക് കൈവശം വെക്കാവുന്ന സ്വർണ്ണക്കട്ടികളുടെയും നാണയങ്ങളുടെയും അളവിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി 14 ക്യാരറ്റായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഇതും സ്വർണം പിടിച്ചെടുക്കലല്ല, മറിച്ച് കള്ളക്കടത്ത് തടയാനും വിദേശ നാണയ പ്രതിസന്ധി പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരുന്നു. വിദേശ നാണയ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നിയന്ത്രണമായിരുന്നു. തുടർന്ന് 1990 ഈ നിയമം റദ്ദാക്കി. ഇനി പരിശോധിക്കേണ്ടത് ഏതെല്ലാം കാലത്താണ് ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപം വിദേശത്ത് പണയം വെച്ചതെന്ന്. നരേന്ദ്രമോദിയുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഔദ്യോഗികമായി സ്വർണ്ണ നിക്ഷേപം വിദേശത്ത് പണയം വെച്ചത്. അതും 1991 കടുത്ത വിദേശ നാണയ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചന്ദ്രശേഖർ സർക്കാരിന്റെ കാലത്ത് റിസർവ് ബാങ്ക് സ്വർണം പണയം വെക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് വന്ന PV നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഓഫ് ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്ന് 67 ടൺ സ്വർണം പണയം വെച്ച് വിദേശ വായ്പ എടുക്കുകയുണ്ടായി. പിന്നീട് രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെട്ടപ്പോൾ ഈ സ്വർണം മുഴുവൻ തിരിച്ചെടുത്തു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിന് കയറിയതിനു ശേഷം ഇന്ത്യയുടെ സ്വർണം വിദേശത്ത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ല. ഇനി വിദേശത്തുണ്ടായിരുന്ന എത്ര കോടിയുടെ എത്ര ടൺ സ്വർണമാണ് മോദി സർക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നാണ് പരിശോധിക്കേണ്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാൾട്ടുകളിൽ സൂക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ സ്വന്തം സ്വർണ്ണ ശേഖരം സുരക്ഷിതത്വത്തിന്റെയും തന്ത്രപരമായ തീരുമാനങ്ങളുടെയും ഭാഗമായി RBI ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ, അതായത് 2023 മുതൽ 2026 വരെ 378 ടണ്ണിലധികം സ്വർണമാണ് RBI ഇന്ത്യയിലെ സ്വന്തം വാൾട്ടിലേക്ക് മുംബൈ, നാഗ്പൂർ എന്നിവിടങ്ങളിലേക്ക് വിജയകരമായി എത്തിച്ചത്. കണക്കുകൾ പരിശോധിച്ചാൽ 2023-24 വർഷത്തിൽ 107.21 ടൺ സ്വർണവും 2024-2025 വർഷത്തിൽ 103.68 ടണ്ണും 2025-2026 വർഷത്തിൽ 168.06 ടണ്ണും സ്വർണവുമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഇനി എവിടെ നിന്നാണ് എത്തിച്ചത്? ബ്രിട്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഫോർ
ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇന്ത്യയുടെ ആകെ സ്വർണ്ണ ശേഖരത്തിന്റെ 77% ഇന്ത്യയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് 680 ടൺ സ്വർണമാണ് ഇന്ത്യയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ഏപ്രിൽ 2026 കണക്കനുസരിച്ച് RBIയുടെ ആകെ സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം ഏകദേശം $122 ബില്യൺ ആണ്. ഏകദേശം 10 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ. ഇതിൽ പകുതിയിലധികമാണ് വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി എത്തിച്ചത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇങ്ങനൊരു വാർത്തയുടെ എന്ത് അടിസ്ഥാനമാണുള്ളതെന്നും ഇത് വ്യാജമായി പ്രചരിപ്പിക്കുന്നതിന്റെ രീതികൾ എന്താണെന്നും. ഈ ഒരു പദ്ധതി ഒരിക്കലും ഒരു ജനങ്ങളുടെയും കൈവശമുള്ള സ്വർണം പിടിച്ചെടുക്കുന്നതല്ല. അതിൻ്റെ അപ്പുറത്തേക്കും സ്വമേധയാ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണിത്. ഇതിലൂടെ വിദേശത്തു നിന്നുള്ള സ്വർണ്ണവരവിനെ ഒന്ന് കുറയ്ക്കുക, അല്പം കൂടി നിയന്ത്രണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്.